നമസ്കാരം. KTC എന്ന് പറയുന്ന പേപ്പറിന്റെ മൂന്നാമത്തെ പുസ്തകമായ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 അതാണ് ഇന്ന് വീണ്ടും ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, അക്കൗണ്ട് കോഡ് വോളിയം 2 എന്ന് പറയുന്നത് ട്രഷറി അക്കൗണ്ടുകളും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് വിശദമാക്കുന്ന പുസ്തകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ കൂടെ ഈ KTCയുടെ കൂട്ടത്തിൽ ആ പുസ്തകം വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മള് പുസ്തകം ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അതിലെ ഏറ്റവും നല്ല മാർഗം എന്നത് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തിലൂടെ ഒന്ന് ഓടിച്ചു പോയി അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇപ്പൊ കഴിഞ്ഞ മൂന്നാലഞ്ച് ക്ലാസ്സുകൾ ശരിക്കും പുസ്തകത്തിലൂടെ തന്നെ പോവുകയായിരുന്നു. ഈ വീഡിയോ കൂടി നമ്മൾ ആ ടെക്സ്റ്റ് പുസ്തകത്തിലൂടെ ഒന്ന് കടന്നു പോവാണ്. ഇപ്പൊ നമ്മൾ അടുത്തത് പറയാനുള്ളത് ആർട്ടിക്കിൾ 68 പേഴ്സണൽ ഡിപ്പോസിറ്റ്സ്, മലയാളത്തിൽ വ്യക്തിഗത നിക്ഷേപങ്ങൾ എന്ന് നമുക്ക് പറയാം. അതിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ടുകളിലെ റെസീറ്റും പേയ്മെന്റ്സും ഫോം TA-15 പ്രകാരമുള്ള പേഴ്സണൽ ലെഡ്ജറിൽ രേഖപ്പെടുത്തണം. അതായത് പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ടുകളിലെ റെസീറ്റും പേയ്മെന്റ്സും പേഴ്സണൽ ഡിപ്പോസിറ്റിന്റെ ഒരു ഫോമാണ് TA-15, ട്രഷറി അക്കൗണ്ട് 15. ആ ഫോം പ്രകാരമുള്ള പേഴ്സണൽ ലെഡ്ജറിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല, ഓരോ പേഴ്സണൽ അക്കൗണ്ടിനും അതിൻ്റെതായ ലെഡ്ജർ പേജും ഉണ്ടായിരിക്കണം. ഓരോ പേഴ്സണൽ അക്കൗണ്ടിനും അതിൻ്റെതായ ലെഡ്ജർ പേജും ഉണ്ടായിരിക്കണം. ഇനി 69ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത്, സബ് ട്രഷറികളിൽ നൽകുന്ന ക്യാഷ് ഓർഡറുകളുടെ അക്കൗണ്ട് ഓരോ സബ് ട്രഷറിക്കും ഫോം 16 TA-16 വ്യക്തിഗത പേഴ്സണൽ ലെഡ്ജർ വഴി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ക്യാഷ് ഓർഡറുടെ അക്കൗണ്ട്, ട്രഷറി പുറപ്പെടുവിക്കുന്ന ക്യാഷ് ഓർഡറുകൾ, ആ ക്യാഷ് ഓർഡറിന്റെ അക്കൗണ്ട് ഓരോ സബ് ട്രഷറിക്കും 16 പേഴ്സണൽ ലെഡ്ജർ വഴി അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ആർട്ടിക്കിൾ 70 ദിവസേനയുള്ള റെസീറ്റിന്റെയും പേയ്മെന്റ്സിന്റെയും ഓർ ഡെയിലി റെസീറ്റിന്റെയും പേയ്മെന്റ്സിന്റെയും ആകെ തുക പേഴ്സണൽ ലെഡ്ജറിൽ നിന്ന് പേഴ്സണൽ ഡിപ്പോസിറ്റ് രജിസ്റ്ററിലേക്ക് കൊണ്ടുപോകണം. ഒരു പ്രൊസീജിയറാണ് നമ്മൾ പറയുന്നത്. ഡെയിലി ദിവസേനയുള്ള റെസീറ്റിന്റെയും പേയ്മെന്റിന്റെയും, ഇൻ ദ കേസ് ഓഫ് പേഴ്സണൽ ഡിപ്പോസിറ്റിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. അപ്പോ ഈ പേഴ്സണൽ ഡിപ്പോസിറ്റിന്റെ കാര്യത്തിൽ ദിവസേനയുള്ള റെസീറ്റിന്റെയും പേയ്മെന്റ്സിന്റെയും ആകെ തുക നമ്മളെ പേഴ്സണൽ ലെഡ്ജറിൽ നിന്ന് പേഴ്സണൽ ഡിപ്പോസിറ്റ് രജിസ്റ്ററിലേക്ക് കൊണ്ടുപോകണം ആദ്യം. അത് പേഴ്സണൽ ഡിപ്പോസിറ്റ് രജിസ്റ്ററിന്റെ ഫോം എന്ന് പറയുന്നത് TA-17 ആണ്. ഇനി അതിൽ നിന്ന്, ഈ പേഴ്സണൽ ഡിപ്പോസിറ്റ് രജിസ്റ്ററിൽ നിന്ന് അഗ്രിഗേറ്റഡ് ഡെയിലി ടോട്ടൽ ഓൺലി ഷുഡ് ബി ക്യാരിഡ് ടു ദി ഡേ ബുക്ക്. ആ പേഴ്സണൽ രജിസ്റ്ററിൽ നിന്ന് അതിന്റെ അഗ്രിഗേറ്റ് ടോട്ടൽ മാത്രം ഡേ ബുക്കിലേക്ക് കൊണ്ടുപോകും. 2 ഘട്ടങ്ങളാണ്. പേഴ്സണൽ ഡിപ്പോസിറ്റിനെ സംബന്ധിച്ചിടത്തോളം ദിവസേനയുള്ള റെസീറ്റിന്റെയും പേയ്മെന്റ്സിന്റെയും ആകെ തുക അവിടുന്ന് പേഴ്സണൽ ലെഡ്ജറിൽ നിന്ന് പേഴ്സണൽ ഡിപ്പോസിറ്റ് രജിസ്റ്ററിലേക്ക് കൊണ്ടുപോകണം. അത് പേഴ്സണൽ ഡിപ്പോസിറ്റ് രജിസ്റ്ററിന്റെ ഫോർമാറ്റ് ഫോം 17. അതിൽ നിന്ന്, ആ പേഴ്സണൽ ഡിപ്പോസിറ്റ് രജിസ്റ്ററിൽ നിന്ന് അഗ്രിഗേറ്റ് ഡെയിലി ടോട്ടൽ എങ്ങോട്ട് കൊണ്ടുപോകണം? ഡേ ബുക്കിലേക്ക് കൊണ്ടുപോകണം. അഗ്രിഗേറ്റഡ് ഡെയിലി ടോട്ടൽ ഓൺലി ഷുഡ് ബി ക്യാരിഡ് ടു ദി ഡേ ബുക്ക്. ഇതാണ് അതിൽ പറയുന്ന ആർട്ടിക്കിൾ 70 പറയുന്നത്. ഇനി ക്യാഷ് ഓർഡർ രജിസ്റ്റർ, ഒരു ട്രഷറർ പുറപ്പെടുവിക്കുന്ന ക്യാഷ് ഓർഡറുകൾക്കുള്ള രജിസ്റ്റർ എന്ന് പറയുന്നത് TA-8 ആണ്. TA-7 ആണ്. 7 എന്ന് പറയുന്നത് റോമൻ ലെറ്റർ 7 ആണ്.
നമുക്ക് ട്രഷറി ഈ കോഡിലെ ഈ അക്കൗണ്ട് കോഡിലെ ഫോംസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മൊത്തം ഫോംസ് 36 ഫോംസ് ആണ് ഉള്ളത്. എങ്ങനത്തെ ഫോംസ്? ന്യൂമറിക്കൽ നമ്പേഴ്സ് ആയിട്ട് 1 2 3 4 എന്ന് പറയുന്ന 36 ഫോംസും പിന്നെ റോമൻ ലെറ്ററിലുള്ള 10 ഫോമുമാണ് നമുക്കുള്ളത്. അത് റോമൻ ലെറ്ററിലുള്ള 10 ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 അതുകൊണ്ട് ന്യൂമറിക്കൽ നമ്പേഴ്സ് ആയിട്ടുള്ള 36 ഫോംസും 1 മുതൽ 36 വരെയുള്ള ഫോംസും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ക്യാഷ് ഓർഡർ രജിസ്റ്ററിന്റെ ഫോം പറയുന്നത് പിന്നെ റോമൻ ലെറ്ററിലെ 7 ആണ്. TA രണ്ടിനും TA തന്നെയാണ് ഉപയോഗിക്കുന്നത്. TA എന്ന് പറഞ്ഞാൽ ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ദാറ്റ് TA ഈസ് ട്രഷറി അക്കൗണ്ട്. അപ്പൊ ട്രഷറി അക്കൗണ്ട് ഫോംസ് ആണ് ഇതൊക്കെ. അപ്പോ ക്യാഷ് ഓർഡർ രജിസ്റ്ററിന്റെ ട്രഷറി അക്കൗണ്ട് ഫോം എന്ന് പറയുന്നത് TA റോമൻ ലെറ്റർ 7 ആണ്. ഓക്കെ. ഇനി പേഴ്സണൽ ഡിപ്പോസിറ്റ് രജിസ്റ്ററിന്റെ ഫോമുകൾ എന്ന് പറയുന്നത് TA 15 16 17, 32 ആണ്. ഈ 4ഉം പേഴ്സണൽ ഡിപ്പോസിറ്റ് രജിസ്റ്ററിനെ സംബന്ധിച്ച ഫോംസ് ആണ്. അതിന്റെ ഓരോ ഫോമിന്റെയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മളുടെ പിന്നെ ഫോമുകളെ പറ്റി പറയുന്ന പേജിൽ പറയുന്നുണ്ട്. ആ ഫോമിനെ പറ്റി പറയുന്ന പേജ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പേജ് 80 പുസ്തകത്തിലെ ലിസ്റ്റ് ഓഫ് ഫോംസ് എന്ന് പറയുന്ന പേജ് നമ്പർ 83 ആയത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1-2 ടേമിന്റെ മീനിങ് ഇവിടെ പറയാണ്. കോർട്ട് ഓഫ് വേർഡ്സ് ഓർ അറ്റാച്ച്ഡ് എസ്റ്റേറ്റ്, അങ്ങനെ 1-2 ടേം ഉണ്ട്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവാത്ത ടേമാണ്. കോർട്ട് ഓഫ് വാർഡ്സ് ഓർ അറ്റാച്ച്ഡ് എസ്റ്റേറ്റ്. അത് എന്താണെന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ് ഓർ പ്രോപ്പർട്ടി under the control of an external authority due to financial or administrative reasons. അപ്പോൾ ഈ കോർട്ട് ഓഫ് വാർഡ്സ് അല്ലെങ്കിൽ അറ്റാച്ച്ഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. അത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വലിയ എസ്റ്റേറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. വലിയൊരു പ്രോപ്പർട്ടി നമുക്കുണ്ട്, ഒരാൾക്ക് ഉണ്ട്. പക്ഷെ അദ്ദേഹം മൈനറാണ്. ആ മൈനർക്ക് ഈ പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ലുനാറ്റിക് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഹു ആർ ഇൻകേപ്പബിൾ ഓഫ് മാനേജിങ് ദർ ഓൺ പ്രോപ്പർട്ടീസ്. അദ്ദേഹത്തിന് ഈ പ്രോപ്പർട്ടീസ് സംരക്ഷിക്കാനുള്ള കഴിവില്ല. 3 കാരണത്താലാവാം. ഒന്നുകിൽ ഈ പ്രോപ്പർട്ടിയുടെ ഓണറിന് ഇത് സംരക്ഷിക്കാനുള്ള, ഈ പ്രോപ്പർട്ടി സംരക്ഷിക്കാനുള്ള കഴിവ് ഇല്ല. അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു ലൂണാറ്റിക് ആണ്, അതായത് മാനസിക തകരാറുള്ള ആളാണ്. അതല്ലെങ്കിൽ ഇദ്ദേഹം ഒരു മൈനറാണ്. അത്തരം കേസുകളിൽ ഈ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയെ ഉണ്ടാക്കും. അത് കോടതിയായിരിക്കും ചിലപ്പോൾ തീരുമാനിക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്ന അറ്റാച്ച്ഡ് എസ്റ്റേറ്റ് ഓർ കോർട്ട് ഓഫ് വാർഡ്സ് എന്ന് പറയുന്നത്. ഈ ബോഡി എന്ന് പറയുന്നത് ഈ പ്രൊപ്പറേറ്ററിന്റെ, ഇത് യഥാർത്ഥത്തിലുള്ള ഉടമയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ബോഡി ആയിരിക്കും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി. ആ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയുടെ പേരാണ് കോർട്ട് ഓഫ് വാർഡ്സ് അല്ലെങ്കിൽ അറ്റാച്ച്ഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മളൊന്ന് മനസ്സിലാക്കി അറ്റാച്ച്ഡ് എസ്റ്റേറ്റ് എന്താണ്, അല്ലെ കോർട്ട് ഓഫ് വാർഡ്സ് എന്താണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ ആവാം ആ കോർട്ട് ഓഫ് വാർഡ്സിന്റെ കാരണം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റീസൺ ആവണം. ചിലപ്പോൾ ചില സാമ്പത്തിക തർക്കങ്ങൾ, ഈ അതോറിറ്റി സംബന്ധിച്ച തർക്കങ്ങൾ മൂലവും ഈ പിന്നെ അറ്റാച്ച്ഡ് എസ്റ്റേറ്റ് വരാം. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി അത് പറയാം. ഒന്നുകിൽ ഒരു ഓണർ, ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ ലുണാറ്റിക് ആയിരിക്കുക, മാനസിക തകരാറുള്ള ഒരാളായിരിക്കുക, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം മൈനർ ആയിരിക്കുക, അതും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്രോപ്പർട്ടി സംരക്ഷിക്കാനുള്ള കഴിവില്ലാതിരിക്കുക. അത്തരം സന്ദർഭങ്ങളിൽ
ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഈ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്ന രീതിക്കാണ് അറ്റാച്ച്ഡ് എസ്റ്റേറ്റ് ഓർ കോർട്ട് ഓഫ് വാർഡ്സ് എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥ ഉടമയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് പറയാനുള്ളത് പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം ആണ്. പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം എന്ന് ഞാൻ ചുരുക്കി പറയുന്നുള്ളൂ ഇവിടെ. അത് TA ഫോം 33 ഒരു അക്കൗണ്ടിംഗ് ആണ് ശരിക്കും പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. ട്രഷറി ഫോമില് 33 പറയുന്ന തരത്തിലുള്ള ഒരു അക്കൗണ്ടിംഗ് ആണ് ഈ പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം എന്ന് നമ്മൾ ഇപ്പോൾ തിരിച്ചറിയുക. ആ മെമ്മോറാണ്ടത്തില് ഫോർമാറ്റിൽ പറയുന്നത് ഒന്ന്, നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, ഇടപാടുകളുടെ സ്വഭാവം. ബാലൻസ് ഫ്രം ദി ലാസ്റ്റ് മന്ത്, രണ്ടാമത്തെ കോളം ബാലൻസ് ഫ്രം ദി ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസത്തെ ബാലൻസ്. മൂന്നാമത്തെ കോളത്തിൽ അഡീഷൻ ടു ബാലൻസ് ദിസ് മന്ത്, ഈ മാസത്തെ കൂട്ടിച്ചേർക്കലുകൾ എന്താണ്. നാലാമത്തെ കോളത്തിൽ അതിന്റെ ടോട്ടല്. ഇനി അപ്പോ പ്ലസ് ആയി, കഴിഞ്ഞ മാസത്തെ ബാലൻസ്, ഈ മാസത്തെ അഡീഷൻ, അതിന്റെ ടോട്ടല്. അപ്പോ പ്ലസ് ആൻഡ് മൈനസിലെ പ്ലസ് ആയി. ഇനി മൈനസ് ഭാഗം പറയുന്നത് ഡിഡക്ഷൻസ് ഫ്രം ബാലൻസ്, അതിൽ നിന്ന് കുറവ് വന്നത് എത്രയാണ്. ബാലൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി മന്ത്, കഴിഞ്ഞ മാസത്തിന്റെ അവസാനം എത്രയായിരുന്നു. ഇതാണ് റിമാർക്ക്. ഇതാണ് ഫോർമാറ്റ് TA ട്രഷറി 33 എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റിലുള്ള അക്കൗണ്ടിംഗ് ആണ് ശരിക്കും പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. റവന്യൂ അധികാരികൾ തിരിച്ചുപിടിക്കാൻ കഴിയാത്തതായി കരുതുന്ന ഒരു അഡ്വാൻസ് AGയുടെ അധികാരത്തിന് കീഴിൽ ട്രഷറിയിലെ പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടത്തിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എഴുതി തള്ളുക. അപ്പോൾ റവന്യൂ അധികാരികൾക്കൊന്നും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു അഡ്വാൻസ്, അത് AGയുടെ കൺട്രോളിൽ വരുന്നതാണ്. അത് പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടത്തിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യണം, എഴുതി തള്ളണം എന്നാണ് പറയുന്നത്. പിന്നീട് ഈ റിക്കവറി പിടിക്കാൻ കഴിയാത്തതെന്ന് കരുതുന്നതാണ്, റവന്യൂ റിക്കവറി നടത്തിയിട്ട് പോലും ഈ അഡ്വാൻസ് തിരിച്ചു പിടിക്കാൻ കഴിയാത്തതാണ് എന്ന് സങ്കല്പിക്കുന്നതാണ് ഇത് റൈറ്റ് ഓഫ് ചെയ്യുക. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം റിക്കവറീസ് നടന്നാൽ അല്ലെങ്കിൽ റീഫണ്ട് നടന്നാൽ, ആ പണം തിരികെ കിട്ടിയാൽ, ആയത് പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടത്തിൽ ഒന്നും കാണിക്കാതെ അതിൽ ബാധിക്കാതെ ഷുഡ് ബി ടേക്കൺ ഡയറക്റ്റ് ടു റവന്യൂ, അത് സർക്കാർ റവന്യൂവിലേക്ക് മുതൽ കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യോ കുറയ്ക്കോ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ ഒരു റിക്കവറി, വീണ്ടും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു റിക്കവറി, ഒരു അഡ്വാൻസ്, റിക്കവറി നടത്താൻ കഴിയാത്ത ഒരു അഡ്വാൻസ് നമ്മൾ പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടത്തിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്തു, എഴുതി തള്ളി. അതിനുശേഷം അത് ഏതെങ്കിലും വിധത്തിൽ അത് റീഫണ്ട് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ആ റിക്കവറി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അത് ഈ പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടത്തിൽ കാണിക്കേണ്ടതില്ല, മറിച്ച് അത് സർക്കാർ റവന്യൂവിലേക്ക് പിന്നെ അത് മുതൽ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഡയറക്റ്റ് ടു റവന്യൂ. അടുത്ത പോയിന്റ്, ഗസറ്റഡ് ഓഫീസർമാരുടെ പേഴ്സണൽ ക്ലെയിമുമായി ബന്ധപ്പെട്ട പേയ്മെന്റുകൾ രേഖപ്പെടുത്തുന്നത് TA 21 TA ഫോം 21 ഗസറ്റഡ് ഓഫീസർമാരുടെ പേഴ്സണൽ ക്ലെയിമുമായി ബന്ധപ്പെട്ട പേയ്മെന്റുകൾ രേഖപ്പെടുത്തുന്നത്. അടുത്ത നമ്മൾ ആർട്ടിക്കിൾ 95 കടക്കുന്നത്. ക്യാഷ് അക്കൗണ്ടും ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്സും TA ഫോം 25, 26 എന്നീ ഫോർമാറ്റുകളിൽ തയ്യാറാക്കണം. ക്യാഷ് അക്കൗണ്ട്, ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്സ്, അതിൽ റെസീപ്റ്റിന്റെയും പേയ്മെന്റ്സിന്റെയും ഹെഡ്സ്, അതായത് ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, അതിന് മലയാളത്തിൽ ശീർഷകം എന്ന് പറയും. ശീർഷകങ്ങൾ AG പറഞ്ഞ ക്രമത്തിൽ തന്നെ അച്ചടിച്ചിട്ടുണ്ടാവണം. ആ ഫോർമാറ്റിലാണ് പറയുന്നത്. ദ ക്യാഷ് അക്കൗണ്ട് ഷുഡ് ഷോ ദി ടോട്ടൽ റെസീറ്റ് കളക്റ്റഡ് ആൻഡ് ദ ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്സ് that during the month. Cash account should show the total receipt collected and the list of payments during the month. അടുത്ത ഇത് നമ്മൾ ഓൾട്ടറേഷൻ മെമ്മോറാണ്ടം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഓൾട്ടറേഷൻ മെമ്മോറാണ്ടം എന്ന് പറയുന്നത്.
ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. An alteration memorandum is a document used to record changes or modifications made to existing records or documents. Alteration memorandum may used in treasury accounting to correct errors or update financial records. അപ്പോൾ ഓൾട്ടർ ചെയ്യാം, ഒരു അക്കൗണ്ടിങ്ങിൽ മാറ്റങ്ങൾ വരുത്തലാണ് ശരിക്കും ഓൾട്ടറേഷൻ മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. അത് ഒരു ഡോക്യുമെന്റ് ആണ്. അത് റെക്കോർഡ് മാറ്റങ്ങളോ മോഡിഫിക്കേഷനോ, നിലവിലുള്ള റെക്കോർഡുകളിലും മാറ്റങ്ങളോ മോഡിഫിക്കേഷനോ വരുത്തേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ ഓൾട്ടറേഷൻ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത്. ഒരു ട്രഷറി അക്കൗണ്ട് നമ്മൾ അയച്ചതിന് ശേഷം, ഒരു അക്കൗണ്ട് മുഴുവൻ സെറ്റ് ചെയ്തു അയച്ചതിന് ശേഷം ആ മാസത്തെയോ മുൻ മാസത്തെയോ അക്കൗണ്ടിലെ തെറ്റായ ഒരു ക്ലാസിഫിക്കേഷൻ ഒരു ഡിപ്പാർട്ട്മെന്റൽ ഓഫീസർ ജില്ലാ ട്രഷറി ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഈ ക്ലാസിഫിക്കേഷനിൽ ഒരു പിഴവ് കണ്ടെത്തുകയോ ചെയ്യുമ്പോൾ ജില്ലാ ട്രഷറി ഓഫീസർ ഫോം TA-8 ഒരു ആൾട്ടറേഷൻ മെമ്മോറാണ്ടം തയ്യാറാക്കി AGക്ക് സമർപ്പിക്കണമെന്നാണ്. ഇവിടെ ആൾട്ടറേഷൻ മെമ്മോറാണ്ടത്തിന്റെ ഫോം എന്ന് പറയുന്നത് TA റോമൻ ലെറ്ററിലുള്ള 8 ആണ്. 8. അപ്പൊ നമ്മൾ ഓൾട്ടറേഷൻ മെമ്മോറാണ്ടത്തിൽ നമ്മൾ ഓൾറെഡി സെറ്റിൽ ചെയ്ത റിപ്പോർട്ടാക്കി അയച്ചു കഴിഞ്ഞ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു റെക്കോർഡ്, അതിൽ ഒരു ഓഫീസർ ഒരു ക്ലാസിഫിക്കേഷനിൽ ഒരു തെറ്റ് കണ്ടുപിടിച്ചു, ഏതെങ്കിലും സാഹചര്യവശാൽ ഉണ്ടായ അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷനിൽ ഉണ്ടാക്കിയ തെറ്റ് കണ്ടുപിടിക്കപ്പെട്ടാൽ അത് ജില്ലാ ട്രഷറി ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അങ്ങനെ പെടുത്തി കഴിഞ്ഞാൽ ആ ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായ ഒരു പിഴവ് അല്ലെങ്കിൽ ഒരു തെറ്റ് അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടാൽ ട്രഷറി ഓഫീസർ എന്ത് ചെയ്യണം? ഈ TA-8 ഫോമിൽ ഒരു ഓൾട്ടറേഷൻ മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ട് AGക്ക് സമർപ്പിക്കണം. ആ ഓൾട്ടറേഷൻ മെമ്മോറാണ്ടത്തിൽ മാറ്റം വരുത്തേണ്ട, ചേഞ്ച് ചെയ്യേണ്ട, ഈ അക്കൗണ്ടിലെ ക്ലാസിഫിക്കേഷനിൽ മാറ്റം വരുത്തേണ്ട ആവശ്യകതയും അക്കൗണ്ടിന്റെ ഹെഡ്സിൽ വരുത്തേണ്ട കൂട്ടിച്ചേർക്കലോ കുറയ്ക്കലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തിയിരിക്കണം. ഓരോ ഓൾട്ടറേഷൻ മെമ്മോറാണ്ടത്തിലും ട്രഷറി ഓഫീസറുടെ ഒപ്പോടുകൂടിയ ഒരു സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓൾട്ടറേഷൻ മെമ്മോറാണ്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഓൾറെഡി സെറ്റിൽ ചെയ്തു പോയ, അയച്ചു പോയ ഒരു എക്സിസ്റ്റിംഗ് റെക്കോർഡ്സോ ഒരു അക്കൗണ്ട്സിലോ ഏതെങ്കിലും സാഹചര്യവശാൽ പിന്നീട് ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായ ഒരു തെറ്റ് കണ്ടുപിടിക്കപ്പെട്ടാൽ ട്രഷറി ഓഫീസർ മീൻസ് ജില്ലാ ട്രഷറി ഓഫീസർ ഒരു ഫോം 8 TA ഫോം 8 റോമൻ ലെറ്റർ ആണ്, ആ 8 ഒരു ഓൾട്ടറേഷൻ മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ട് AGക്ക് സമർപ്പിക്കണം. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ജില്ലാ ട്രഷറി ഓഫീസർ തയ്യാറാക്കുന്ന ഫോർമാറ്റ് ആണ് ഓൾട്ടറേഷൻ മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. ആ ഓൾട്ടറേഷൻ മെമ്മോറാണ്ടത്തിൽ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് കാണിച്ചിരിക്കണം. ഈ ക്ലാസിഫിക്കേഷനിൽ മാറ്റം വരുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് കാണിച്ചിരിക്കണം. ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ഏതെങ്കിലും അഡീഷനോ കുറയ്ക്കലോ കൂട്ടലോ ഉണ്ടെങ്കിൽ അത് കാണിച്ചിരിക്കണം. ഏറ്റവും അവസാനം ട്രഷറി ഓഫീസർ ഒരു സർട്ടിഫിക്കറ്റ് എഴുതിയിട്ട് ഒപ്പിട്ടിട്ടുണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത പോയിന്റ് പറയാനുള്ളത്, ഗവൺമെന്റിന്റെ വരുമാനമോ ചെലവുകളോ സംബന്ധിച്ച കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ടുകളിൽ മെയ് 20 ശേഷം തിരുത്തലുകൾ വരുത്താൻ കഴിയില്ല. അതായത് ഗവൺമെന്റിന്റെ വരുമാനമോ ചെലവുകളോ സംബന്ധിച്ച കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മാർച്ച് 31 വരെയുള്ള അക്കൗണ്ട്, ആ അക്കൗണ്ടുകളിൽ മെയ് 20 ശേഷം തിരുത്തലുകൾ വരുത്താൻ കഴിയില്ല. എന്നാൽ ഡിപ്പോസിറ്റ്സ്, അഡ്വാൻസ്, ലോക്കൽ ഫണ്ട് എന്നിവയെ ബാധിക്കുന്ന പിശകുകൾ ഉണ്ടെങ്കിൽ അവ AGക്ക് പ്രത്യേകം റിപ്പോർട്ട് ചെയ്യണം. അതുവഴി ഹി മേ അഡ്ജസ്റ്റ് ദ എറർ ഇൻ ദ കറന്റ് മന്ത്സ് അക്കൗണ്ട്. അദ്ദേഹത്തിന് AGക്ക് നിലവിലെ മാസത്തിലെ അക്കൗണ്ടുകളിൽ അഡ്ജസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ എറർ തിരുത്താവുന്നതാണ്. അടുത്ത പോയിന്റ്, പേഴ്സണൽ ഡിപ്പോസിറ്റിന്റെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ്സിന്റെ എക്സ്ട്രാക്ട് രജിസ്റ്ററിന്റെ ഫോം TA-32 ആണ്. അതായത്
പേഴ്സണൽ ഡിപ്പോസിറ്റിന്റെ റെസീറ്റ് ആൻഡ് പേയ്മെന്റിന്റെ എക്സ്ട്രാക്ട് രജിസ്റ്റർ ഉണ്ട്, അതായത് രജിസ്റ്ററുകളുടെ സംഗ്രഹം. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഫോം TA 32ആണ്. ഇനി ഫോം TA 31 എന്ന് പറയുന്നത് ഷെഡ്യൂൾ ഓഫ് റീപേയ്മെന്റ് ഓഫ് ഡിപ്പോസിറ്റ്. പേഴ്സണൽ ഡിപ്പോസിറ്റുകളുടെ റീപേയ്മെന്റിന്റെ ഷെഡ്യൂളാണ് എന്ത് ഈ ഫോം TA 31 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 121 അടുത്തത് പറയുന്നത്. എല്ലാ മാസവും ആദ്യം പ്രതിമാസ ക്യാഷ് അക്കൗണ്ടുകൾ ട്രഷറി ഓഫീസർ സർട്ടിഫൈ ചെയ്യുകയും സൈൻ ചെയ്യുകയും വേണം. അദ്ദേഹം ടൂറിൽ, അപ്പോൾ ഓരോ മാസത്തെയും മന്ത്ലി അക്കൗണ്ടുകൾ ട്രഷറി ഓഫീസർ സൈൻ ചെയ്യണം എന്ന് നിർബന്ധമാണ്. സർട്ടിഫൈ ചെയ്തിട്ടാണ് നമ്മൾ സൈൻ ചെയ്യുക. അപ്പൊ അദ്ദേഹം ഈ ട്രഷറി ഓഫീസർ ടൂറിലോ മറ്റോ ആയിക്കഴിഞ്ഞാൽ നിയമപ്രകാരം ചുമതല ഏൽപ്പിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടിരിക്കണം. ഇനി ട്രഷറി ഓഫീസർ പ്രതിമാസ അക്കൗണ്ടിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം വ്യക്തമാക്കണം. ഇനി എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ട്രഷറി ഓഫീസർക്ക് സ്റ്റേഷനിൽ നിന്ന് വിട്ടുനിന്നതിനാലോ ലീവായിട്ടോ മറ്റോ ക്യാഷ് ബാലൻസ് പരിശോധിച്ച് മന്ത്ലി അക്കൗണ്ടിൽ ഒപ്പിടാൻ കഴിഞ്ഞില്ലെങ്കിൽ മടങ്ങിയെത്തുന്ന ആദ്യ ദിവസം തന്നെ ഈ പരിശോധിച്ച് ഇത് ചെയ്തതായി അക്കൗണ്ടന്റ് ജനറലിനും ധനകാര്യ വകുപ്പിനും ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ ട്രഷറി ഓഫീസർ സ്റ്റേഷനിൽ നിന്ന് വിട്ടുനിന്നു, അല്ലെങ്കിൽ അദ്ദേഹം ലീവായിരുന്നു, അങ്ങനെ ലീവായതുകൊണ്ട് പരിശോധിച്ച് മന്ത്ലി അക്കൗണ്ടിൽ ഒപ്പിടാൻ കഴിഞ്ഞില്ല എങ്കിൽ തിരിച്ച് ലീവ് കഴിഞ്ഞ് വരുന്ന ദിവസം തന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു റിപ്പോർട്ട് അക്കൗണ്ടന്റ് ജനറലിനും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനും ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. ഇനി നിർബന്ധമായിട്ട് പറയുന്ന കാര്യം അക്കൗണ്ട് കോഡിൽ പറയുന്നത്, യാതൊരു കാരണവശാലും ട്രഷറി ഓഫീസർ തുടർച്ചയായിട്ട് 2 മാസത്തിൽ കൂടുതൽ ഈ ട്രഷറി അക്കൗണ്ടുകളിൽ ഒപ്പിടാതിരിക്കാൻ യാതൊരു കാരണവശാലും പാടില്ല എന്നാണ്. ട്രഷറി ഓഫീസർ പ്രതിമാസ ക്യാഷ് ബാലൻസ് പരിശോധിച്ച് തുടർച്ചയായി 2 മാസത്തിൽ കൂടുതൽ ഒപ്പിടാതെ കടന്നു പോകാൻ യാതൊരു കാരണവശാലും അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മന്ത്ലി അക്കൗണ്ട് ഓരോ മാസവും ഒപ്പിടേണ്ടതാണ്. എന്നാൽ ലീവൊക്കെ ആണെങ്കിൽ വന്നിട്ട് ഒപ്പിട്ടിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി. എന്തു പറഞ്ഞാലും ശരി, 2 മാസത്തിൽ കൂടുതൽ, തുടർച്ചയായിട്ട് 2 മാസത്തിൽ കൂടുതൽ ക്യാഷ് ബാലൻസ് ഒപ്പിടാതിരിക്കാൻ പാടില്ല എന്നാണ് നിയമം. ഇനി എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ട്രഷറി ഓഫീസർ മുൻപുള്ള 2 വർഷങ്ങളിലെ രജിസ്റ്റർ ഓഫ് റെസീറ്റ് ഓഫ് ഡിപ്പോസിറ്റ് പരിശോധിച്ച്, ആ രജിസ്റ്റർ ഓഫ് റെസീറ്റ് ഓഫ് ഡിപ്പോസിറ്റിന്റെ ഫോർമാറ്റ് 13ആണ്. ആ 13 പരിശോധിച്ചിട്ട്, ആ 13ന്റെ പേര് തന്നെ നിക്ഷേപ രജിസ്റ്റർ എന്നാണ്. രജിസ്റ്റർ ഓഫ് ഡിപ്പോസിറ്റ്, നിക്ഷേപങ്ങളുടെ രജിസ്റ്റർ. അത് പരിശോധിച്ച്, അത് എല്ലാ വർഷവും ഏപ്രില് ആണ് പരിശോധിക്കേണ്ടത്. ആ മുമ്പുള്ള 2 വർഷങ്ങളിലെ പരിശോധിക്കണം. ആ ഫോം 13ലുള്ള രജിസ്റ്ററാണ് പരിശോധിക്കേണ്ടത്. ആ രജിസ്റ്ററിന്റെ പേരാണ് രജിസ്റ്റർ ഓഫ് റെസീറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ്. അത് പരിശോധിച്ച് ഗവൺമെന്റ് നിയമങ്ങൾ പ്രകാരം ലാപ്സ് ആവാത്ത എന്ന് പറഞ്ഞാൽ കാലാവധി ആവാത്ത അല്ലെങ്കിൽ കാലഹരണപ്പെടാത്ത എല്ലാ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസും ഫോം 30ലെ ക്ലിയറൻസ് രജിസ്റ്ററിലേക്ക് മാറ്റണം. അത് നിർബന്ധമായിട്ടും പേഴ്സണൽ ഡിപ്പോസിറ്റിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ട്രഷറി ഓഫീസർ എന്ത് ചെയ്യണം? ഫോം 13ലുള്ള രജിസ്റ്റർ പരിശോധിക്കുക. ആ രജിസ്റ്റർ എന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫ് റെസീറ്റ് ഓഫ് ഡിപ്പോസിറ്റ്. ആ രജിസ്റ്റർ ഓഫ് റെസീറ്റ് ഓഫ് ഡിപ്പോസിറ്റ് പരിശോധിച്ചിട്ട് ഈ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് ലാപ്സ് ആവുക എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെടുക എന്നാണ്. അപ്പൊ മച്ചുർ ആവാത്ത എല്ലാ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസും ഫോം 30ലെ ക്ലിയറൻസ് രജിസ്റ്ററിലേക്ക് മാറ്റണം. ഇനി അടുത്ത പോയിന്റ്, ജില്ലാ ട്രഷറി ഓഫീസർമാർ
ഈ ഫോം 30 മാറ്റണം, ക്ലിയറൻസ് രജിസ്റ്ററിലേക്ക് മാറ്റണമെന്നാണ് പറയുന്നത്. ഫോം 30 ക്ലിയറൻസ് രജിസ്റ്റർ ആണ്. വേണമെങ്കിൽ നമുക്ക് അത് ക്ലിയറൻസ് രജിസ്റ്റർ വേണമെങ്കിൽ വായിക്കാം, അതിന്റെ ആവശ്യമില്ല. പേജ് നമ്പർ 118 ഫോം TA 30 അവിടെ കാണിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത പോയിന്റ്, ജില്ലാ ട്രഷറി ഓഫീസർമാർ എല്ലാ വർഷവും ജൂലൈ 15 മുമ്പ് AGക്ക് കഴിഞ്ഞ 3 വർഷത്തിൽ അധികമായി അഡ്മിനിസ്ട്രേറ്റർമാർ അംഗീകരിക്കാത്തതും അവർ പ്രവർത്തിപ്പിക്കാത്തതുമായ പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ടുകളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓരോ വർഷവും മാർച്ച് 31 വരെയുള്ളത് TA 10 സമർപ്പിക്കണം. TA 10 എന്ന് പറയുന്നത് റോമൻ നമ്പർ 10 ആണ്. റോമൻ ലെറ്റർ 10 സമർപ്പിക്കണം. അത് എല്ലാ വർഷവും ജൂലൈ 15 മുമ്പാണ് ഇത് സമർപ്പിക്കേണ്ടത്. സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ 3 വർഷത്തിൽ കൂടുതലായിട്ട് പ്രവർത്തിപ്പിക്കാത്ത പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ടുകളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ് കണക്ക്. ജൂലൈ 15 മുമ്പാണ് നമ്മളിത് പരിശോധിച്ച് അയക്കേണ്ടതെങ്കിലും മാർച്ച് 31 മുതൽ, കഴിഞ്ഞ മാർച്ച് 31 വരെ പുറകോട്ട് 3 വർഷമായിട്ട് പ്രവർത്തിപ്പിക്കാത്ത പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ജില്ലാ ട്രഷറി ഓഫീസർമാര് ജൂലൈ 15-നകം തയ്യാറാക്കേണ്ടത്. അതിനുശേഷം അത് AGക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഇനി അതാണത് പറയുന്നത്. ആ വാചകം ഇതാണ്. 127 പറയുന്നത്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ 31st മാർച്ച് ഈച്ച് ഇയർ എ ലിസ്റ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് ഓർ ബാലൻസ് of that year which lapse under the rules of government should be submitted to the accountant general in form TA 36. The list should be signed by the treasury officer. അത് നേരത്തെ റൂളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ട്രഷറിയിലെ അക്കൗണ്ടിങ് സംവിധാനവുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പുസ്തകം, അതായത് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 എന്ന പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ മൊത്തത്തിൽ പറഞ്ഞത്. അപ്പം നമ്മൾ ഇത് ശ്രദ്ധിക്കുക. ഈ പുസ്തകം നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് പേജസ് ഒരിക്കൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അതിലൂടെ ഒന്ന് നമ്മൾ ഇത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ഒന്നും മനസ്സിലാവാൻ, പിന്നെ ക്യാഷ് ഓർഡർ, പിന്നെ പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം, ഓൾട്ടറേഷൻ മെമ്മോറാണ്ടം, പിന്നെ കോർട്ട് ഓഫ് വാർഡ്സ്, അല്ലെങ്കിൽ പിന്നെ അറ്റാച്ച്ഡ് എസ്റ്റേറ്റ്, ഇങ്ങനെ കുറേ ടേംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2-നെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടും. ഈ ഔട്ട്ലൈൻ കിട്ടാതെ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു അന്തവും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കേട്ട് ഈ പിന്നെ പുസ്തകത്തിലൂടെ ഒന്ന് കടന്നുപോയി പുസ്തകത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് മുഴുവൻ പഠിച്ചില്ലെങ്കിൽ കൂടി മൊത്തത്തിലൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. ആ ഔട്ട്ലൈൻ ഉണ്ടാക്കിയതിന് ശേഷം ആ ഫോമുകളെ പറ്റിയും പിന്നെ അതേപോലെ അതിലുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റിയുമുള്ള ചോദ്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുക. അതോടുകൂടി ഇത് പെർഫെക്റ്റ് ആയിട്ട്, ഇത് ഏകദേശം ഒരു 25-30 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ ഈ കേരള അക്കൗണ്ട് കോഡിൽ നിന്ന് വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നിർബന്ധമായിട്ട് ഈ പുസ്തകം ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. കാരണം KTC നിന്നും മാത്രം, KTC വോളിയം 1-ൽ നിന്നും 2-ൽ നിന്നും മാത്രം നമുക്ക് ഒരു പക്ഷേ ജയിക്കാനുള്ള മാർക്ക് വന്നുകൊള്ളണമെന്നില്ല. എന്നാൽ പോലും നമുക്കിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഈ സെക്ഷനിലുണ്ട്. അത് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് പേജ് നമ്പറും ആർട്ടിക്കിൾ നമ്പറുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും പറഞ്ഞു തരും. പിന്നെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് KTCയുടെ പേപ്പറിൽ ചെയ്യാം. അപ്പോൾ എല്ലാം ക്ലിയർ ആവാനാണ് സാധ്യത. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി. ആരെങ്കിലും ഈ ക്ലാസ് കേൾക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. മാത്രമല്ല എന്തെങ്കിലും ക്ലാസ്സുകളിൽ പോരായ്മകൾ വരുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ ഇപ്പോൾ ഞാനിത് 4ാമത്തെ പേപ്പറാണ് ഇടുന്നത്. ഇതിനു മുമ്പ് KSR
MOP, KER, ഇപ്പോൾ ട്രഷറി കോഡ്, ഇത്രയും പേപ്പറുകളാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇനി കേരള ഫിനാൻഷ്യൽ കോഡും ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റും ആ പേപ്പർ കൂടി, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബെയർ ആക്ട്, ഇതുകൂടി നമ്മൾ ഇതിലേക്ക് ക്ലാസ്സിലേക്ക് പിന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ പ്രിപ്പറേഷൻ നടന്നു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്തിട്ടില്ല എങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. എല്ലാവർക്കും നന്ദി.